മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പാസ്റ്റ് ടെൻസിലെ നാലാമത്തെ ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. I had been staying in Mumbai since 2010. ഞാൻ 2010 മുതൽ മുംബൈയിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു, താമസിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ മീനിങ് എന്താ? 2010 മുതൽ ഞാൻ മുംബൈയിൽ താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മുംബൈയിലല്ല താമസിക്കുന്നത്, വേറെ എവിടെയാണ്. പക്ഷെ 2010 മുതൽ ഞാൻ അവിടെ 10 മുതൽ ഒരു പർട്ടിക്കുലർ കാലയളവിൽ ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. ഇനി they had been studying English for last 2 years. കഴിഞ്ഞ 2 വർഷമായി അവർ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ഇംഗ്ലീഷ് ആയിരിക്കില്ല ചിലപ്പോൾ പഠിക്കുക, വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ള മീനിങ് അവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവർ പഠിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രത്യേകത ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ സിൻസ് 2010. 2010 മുതൽ ഞാൻ മുംബൈയിൽ താമസിക്കുകയായിരുന്നു, ഇപ്പോഴും അയാൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര്. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ ഐ ഹാഡ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ സിൻസ് 2010. 2010 മുതൽ ഞാൻ താമസിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ മുംബൈയിലല്ല താമസിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, ഇനി ഇതിന്റെ ജനറൽ ഫോമിലേക്ക് നമുക്ക് വരാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം എന്ന് പറയും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എത്രയാണ്? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സബ്ജക്ട് ഏതായാലും അവിടെ ഹാഡ് വേണം, പ്ലസ് ആരും കൂടി വേണം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ കാര്യം കൂടി വേണം. ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ദ ജനറൽ ഫോം ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണ്. നെക്സ്റ്റ് ബാച്ച് നമ്മൾ അടുത്ത് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുക. കാരണം ഇത് കാലഘട്ടത്തിലൊരു ആവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു വൊക്കാബുലറി ഉണ്ടാക്കാനും നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു സ്കില്ല് നമുക്ക് ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. മുതിർന്നവർക്കും ഈ ചാനൽ വളരെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് ഉപയോഗപ്രദമാണ് എന്ന് ഈ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വലിയൊരു താങ്ക്സ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.